സാജു പോൾ ഒരു സാമൂഹ്യ ജീവിയാണ്. സോഷ്യൽ മീഡിയകളെക്കുറിച്ച് നല്ല ബോധ്യവുമുണ്ട്. കോൺഗ്രസുകാരെക്കുറിച്ച് ഫേസ്ബുക്കിലും വാട്സാപ്പിലും വരുന്ന കമന്റുകൾ ശേഖരിക്കലാണ് ഇപ്പോൾ പ്രധാന വിനോദം. ബഹുമാനായ ശ്രീ എ കെ ആന്റണിയുടെ പടം കൊടുത്തിട്ട് വാട്സപ്പിൽ വന്ന ഒരു സന്ദേശം, അത്ഭുത രോഗശാന്തി സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ 10 വർഷമായി സംസാരശേഷി നഷ്ടപ്പെട്ടയാൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയതാണ് പറയുന്നത്. അത്ഭുത രോഗശാന്തി എങ്ങനെയുണ്ട് സാർ? അതുപോലെ തന്നെ 1 മണിക്കൂർ ലോഡ് ഷെഡിങ് അനുവദിച്ചെന്ന ആര്യാട് സാറിന് മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ വന്ന സംഗതിയാണ്. തീവണ്ടി യാത്രാ നിരക്ക് വർധന ഏറ്റവും അധികം ബാധിക്കുക ട്രെയിൻ യാത്രക്കാരെ ആയിരിക്കുമെന്ന് രാഹുൽ ഗാന്ധി. എങ്ങനെയുണ്ട്? മോദി വികസന നായകൻ എന്ന് ശശി തരൂര്. അതിന്റെ അടിയിൽ കൊടുത്തിട്ടുള്ള കുറിപ്പ് ലേലു അല്ലു സുനന്ദ കേസ് പൊക്കരുത് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് സാർ. അതുപോലെ കമ്മിങ് സൂൺ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കേരള, ഒരു മാന്യ മഗതിയുടെ പടം കൊടുത്തിരിക്കുകയാണ് സാർ. അതുപോലെ ഈ സഭയിലെ ഒരംഗത്തെ കാണിച്ചിട്ട് ഈ വാട്സപ്പിൽ വന്ന ഒരു സന്ദേശം, അന്ന് നിങ്ങൾ എന്നെ കോക്കർച്ചാക്കി, ഇത് കോക്കർച്ചല്ലേ പെള്ളുപിടിയിലാക്കിയതാണ്, പേര് ഞാൻ പറയുന്നില്ല സാർ. അതുപോലെ ബ്ലൗസിനകത്ത് പുറത്ത് ഒരു വാളുമായി പോകുന്ന ഒരു ചേച്ചിയുടെ പടം കൊടുത്തിട്ട് നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിലെ പുതിയ അടിച്ചുതളിക്കാരി ജാനു എന്നാണ് സാർ കൊടുത്തിരിക്കുന്നത് സാർ. അതുപോലെ കേരള മുഖ്യമന്ത്രി വന്നിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒരാൾ പറയുന്നു. അപ്പൊ മോഡി പറയാണ് കയറ്റി വിടേണ്ട, കാച്ച് കടം ചോദിക്കാനാണ് വന്നിരിക്കുന്നത്. അതുപോലെ എല്ലാ മാസവും പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചാൽ ജനം സഹിക്കില്ല എന്ന് രമേശ് ചെന്നിത്തല. അപ്പൊ അടിക്കുറിപ്പ്, ഇത്രയും കാലം വായിൽ പഴമായിരുന്നോ എന്ന്. ഈ സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു കല്യാണം കൂടി കഴിച്ചാലോ എന്ന് ശശി തരൂര്. അതുപോലെ ശ്രീ എ കെ ആന്റണിയെ കുറെ പട്ടാളക്കാർ ചേർന്ന് എടുത്തുകൊണ്ട് പോകുന്ന പടം കൊടുത്തിട്ട് ദില്ലിയിൽ നിന്നൊരു പാഴ്സൽ വരുന്നുണ്ട്, കോൺഗ്രസുകാർ എത്രയും പെട്ടെന്ന് എയർപോർട്ടിൽ എത്തുക എന്ന അടിക്കുറിപ്പ്. വേറൊരു രാഹുൽ ഗാന്ധിയുടെ പടം കൊടുത്തിട്ട് ഇതിപ്പോ എന്താ ഉണ്ടായേ, എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ച്, ഇന്ന് വിഷു ആണോ എന്ന് ചോദിച്ച് വേറൊരു പടം സാർ. മുല്ലപ്പെരിയാർ വിധി, സുപ്രീം കോടതി വിധി പഠിച്ചതിന് ശേഷം തീരുമാനം എടുക്കുന്ന ഉമ്മൻചാണ്ടി, അദ്ദേഹം വായിക്കുന്നത് ബോബന് ബോളി. വേറൊരു മാന്യ പകിതയുടെ പടം കൊടുത്തിട്ട് അരക്കെട്ടിനോട് കാണിച്ച പകുതി സ്നേഹമെങ്കിലും ഈ സർക്കാർ അണക്കെട്ടിനോട് കാണിച്ചിരുന്നെങ്കിൽ എന്ന അടിക്കുറിപ്പ്. ഇതൊക്കെയാണ് സാർ ഈ വാട്സാപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് എല്ലാം അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സാജു പോൾ കാണാതെ പോയ CPIM നേതാക്കളെ കുറിച്ചുള്ള കമന്റുകൾ കോൺഗ്രസുകാർ ശേഖരിച്ച് എത്രയും പെട്ടെന്ന് നിയമസഭയിൽ എത്തിക്കും എന്ന് പ്രതീക്ഷിക്കാം. തീവണ്ടി യാത്രാ നിരക്ക് കണ്ണും പൂട്ടി വർദ്ധിപ്പിച്ച മോദി സർക്കാർ റെയിൽവേ ബഡ്ജറ്റിൽ എന്തൊക്കെയായിരിക്കും സമ്മാനമായി വച്ചിട്ടുണ്ടാവുക? പ്രതിഷേധങ്ങളും സമരങ്ങളുമൊക്കെ കണ്ടമട്ട് നടിക്കാത്ത മോദി വീണ്ടും വില കൂട്ടുമോ എന്ന ഭീതിയിലാണ് ജനം. ദുരിതം വിതയ്ക്കുന്ന കാര്യത്തിൽ മൻമോഹൻ സിംഗിനോട് മത്സരിക്കുന്ന മോദിയെ കാണുമ്പോൾ പഴയ മലയാള സിനിമയാണ് ഓർമ്മയിലെത്തുക. ജോസ് പ്രകാശിനെ പേടിച്ച് ബാലൻ കെ നായരുടെ വീട്ടിലേക്ക് ഓടിക്കയറിയ ഉണ്ണിമേരിയെ പോലെ ജനം ദശാസന്ധിയിൽ നിൽക്കുന്ന രംഗം. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.